പോരാട്ടം ചെങ്കൽ ഖനന മാഫിയക്കെതിരെ ചെങ്കൽ ഖനന മാഫിയക്കെതിരെ മരണ സമിതി സിന്ദാബാദ് സമര സമിതി സിന്ദാബാദ് സമര സമിതി സിന്ദാബാദ്. ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നിടിയേങ്ങ തോപ്പിലായിലുള്ള ചെങ്കൽ ഖനന പ്രദേശത്ത് രണ്ടാംഘട്ട നിരാഹാര സമരം ആരംഭിച്ചു. താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന ചെങ്കൽ ഖനന പ്രവൃത്തി ഇന്ന് വീണ്ടും പുനരാരംഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ നിരാഹാര സമരവുമായി രംഗത്തെത്തിയത്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സംരക്ഷണയിൽ ആഴ്ചകളോളമായി ഇവിടെ ചെങ്കൽ ഖനനം നടന്നിരുന്നു. ഖനനം തുടങ്ങിയതു മുതൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. ഖനനം തടയാൻ ശ്രമിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് ആദിവാസി ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിച്ചു. ദിവസങ്ങൾ നീണ്ട നിരാഹാര സമരത്തെ തുടർന്ന് സ്ഥലം എംഎൽഎയുടെ നേതൃത്വത്തിൽ ചെങ്കൽപ്പണ ഉടമകളുമായും സമരക്കാരുമായും ചർച്ച നടന്നു. കലക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ ഖനന പ്രവൃത്തിയും നിരാഹാര സമരവും താൽക്കാലികമായി നിർത്തിവച്ചു. എന്നാൽ പിന്നീട് നടന്ന കലക്ടറുമായുള്ള ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ചെങ്കൽ ഉടമകൾ ഇന്ന് ഖനന പ്രവൃത്തി വീണ്ടും ആരംഭിച്ചു. ഖനനം പുനരാരംഭിച്ചതോടെ നാട്ടുകാർ രണ്ടാംഘട്ട നിരാഹാര സമരവും ആരംഭിച്ചു. ഇന്ന് നടന്ന നിരാഹാര സമരം ആദിവാസി ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ സമരമായിട്ട് പറയാനുള്ളത്, ഇത് നമ്മളെ ജീവനും സ്വത്തിനും അപകടകരമായ ഒരു ചെങ്കൽ ഖനനമാണ് ഇവിടെ നടക്കുന്നത്. അത് നേരിൽ വന്ന് ആർക്ക് കണ്ടാലും അത് ബോധ്യമാകും. ഇത് ഇവിടുത്തെ വില്ലേജ് ഓഫീസർ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി കോടതിയിൽ നിന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച വ്യാജ ഉത്തരവിറക്കിയിട്ടാണ് ഇവിടെ ചെങ്കൽ ഖനനം നടക്കുന്നത്. ഇത് ഹൈക്കോടതി ഇതറിയില്ല ഇതിനകത്തെ യാഥാസ്ഥ്യം എന്താണെന്ന്. ഇതിനകത്തിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വില്ലേജ് ഓഫീസറെയും കളക്ടറെയും പ്രതി ചേർത്തുകൊണ്ട് അട്രോസിറ്റി ആക്ട് പ്രകാരം കേസിനുള്ള നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഒരാളുടെയും വ്യവസായത്തിനോ അതല്ലെങ്കിൽ വേറെ വല്ല ബിസിനസ്സിനോ ഞങ്ങൾ തടസ്സമല്ല. പക്ഷേ ഞങ്ങൾക്ക് ജീവിക്കണം. ഇതിൻ്റെ ഇപ്പോൾ അവിടെ കവളപ്പാറ, വയനാട് അവിടെയൊക്കെ ദുരന്തം മണ്ണ് ഒലിപ്പ് സംഭവിച്ചത് ഇഷ്ടംപോലെ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഇവിടെയും ആവർത്തിക്കാനാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു അതിജീവനത്തിൻ്റെ സമരമാണ് ഇത്. ഈ സമരം ഒരു കാരണവശാലും പിന്നോട്ടില്ല. ഐക്യവേദി പ്രസിഡന്റ് കൃഷ്ണൻ, പൊതുപ്രവർത്തകൻ ഷമീർ, CPI ശ്രീകണ്ഠപുരം ലോക്കൽ സെക്രട്ടറി സുനിൽകുമാർ, ശോഭന, പ്രകാശൻ, ഷിജിത്ത് എന്നിവർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. സമരസമിതി കൺവീനർ ബിന്ദു, രമേശൻ, ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. എന്തുവന്നാലും ചെങ്കൽപ്പണയുടെ പ്രവൃത്തി നിർത്തുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. സമരത്തെപ്പറ്റി, അതായത് ആദ്യഘട്ടം മുതൽ കൂടെ ഉണ്ടായിരുന്നവനാണ് ഞാനും. നമുക്കറിയാം, വളരെ ജനുവനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ കാക്കണ്ണംപാറ നിവാസികൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരാഴ്ച ഇത് ശാന്തമായി നിലനിൽക്കുകയും അത് ബഹുമാനപ്പെട്ട നമ്മുടെ MLA നേതൃത്വത്തിൽ ഒരു ചർച്ച വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നമുക്ക് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനപ്രകാരമാണ് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയും അതുപോലെ തന്നെ ആ കോറി ഇവിടെ നിർത്തലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും അതുപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒന്നും ഇതുവരെ നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് രണ്ടാം ഘട്ടമായിട്ട് നമ്മുടെ ഈ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം, ഇവിടെ ജീവിക്കുന്ന ഈ ജനങ്ങൾ അത്യന്തം വിഷമത്തോടെയാണ് ജീവിക്കുന്നത്. കാരണം അവർക്ക് ഉള്ള കുടിവെള്ള സ്രോതസ് അത് മുട്ടിക്കാനുള്ള പരിപാടിയാണ് ചെങ്കൽ ഖനനവുമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഏതറ്റം പോയാലും ഈ രണ്ടാം ഘട്ട സമരം എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു വീഴുന്നത് വരെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നത് വരെ, ഒരു ചർച്ചയ്ക്ക് വേണ്ടി അവസാനിപ്പിക്കുവാനോ ഒന്നും ചെയ്യാതെ ഇവിടെ മരിച്ചു വീഴുന്ന ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇവിടെ മരിച്ചു വീഴുവാൻ വേണ്ടി സന്നദ്ധരായിട്ട് വന്നിട്ടുള്ളവരാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചർച്ചയ്ക്ക് വേണ്ടി സമരം അവസാനിപ്പിച്ച് പോവാൻ സന്നദ്ധരായി നിൽക്കുന്നവരല്ല ഈ നമ്മുടെ പിന്നിൽ നിൽക്കുന്നവർ എന്നും കൂടെ ഞാൻ ഇതിനകത്ത് അറിയിക്കുകയാണ്. ഇവരുടെ കാര്യം ജനുവിനാണ്. ഇവരുടെ സ്വത്തിനും അവരുടെ ജീവനും ഭീഷണിയായിട്ടുള്ള ഈ ചെങ്കൽ ഖനനം ഇവിടെ നിൽക്കാത്തിടത്തോളം കാലം ഈ സമരം തുടർന്നുകൊണ്ടേ പോകും. അതിനുവേണ്ടിയുള്ള എല്ലാ ഐക്യദാർഢ്യവും ഞാനിവിടെ ഈ എൻ്റെ സ്ഥാനത്ത് നിന്നും ഞാനും ഇവർക്ക് നൽകുന്നുണ്ട്. നിടിയേങ്ങ ചേപ്പറമ്പ് പ്രദേശത്തെ ഖനനം ഒരുപാട് കാലമായി ഇങ്ങനെ പിന്തുടർന്നു വരികയാണ്. പക്ഷേ ചില പ്രദേശങ്ങളിൽ ആൾക്കാർ താമസിക്കുന്നതും
അങ്ങനെ ഇല്ല ഊരുകൂട്ടങ്ങളെല്ലാം ഉള്ള പ്രദേശത്താണ് ഇപ്പോൾ ഈ ഖനനം നടക്കുന്നത്. ഇത് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടും അവർക്ക് വെള്ളത്തിനും വായുവും ശ്വസിക്കാനുള്ള മൗലിക അവകാശം പോലും നിഷേധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ നെടിയങ്ങ പ്രദേശത്തെ ഈ ചെങ്കൽ ഖനനത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഈ ജനങ്ങളുടെ ഒപ്പം ഈ സാധാരണക്കാരുടെ ഒപ്പം ഞങ്ങളുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് CPI ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാ അഭിവാദനങ്ങളും എല്ലാ പിന്തുണയും അറിയിച്ചുകൊള്ളുന്നു. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ 40ഓളം ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഈ ആദിവാസി ഗ്രാമത്തിൽ ഈ ചെങ്കൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാമത്തെ സമരത്തിന് ആദിവാസി ഐക്യവേദി ഐക്യദാർഢ്യം പ്രഖ്യാപനമാണ്. നമുക്കറിയാം, നമ്മുടെ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ചെങ്കൽ ഖനനം നടത്തുന്നത് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. മണ്ണൊലിപ്പും അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമവും ചെറിയ കുട്ടികൾക്ക് പോലും മാരകമായ അസുഖങ്ങൾ വരുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ആദിവാസി ഐക്യവേദി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, ഈ മിച്ചഭൂമി അനധികൃതമായി കയ്യേറുകയും വില്ലേജ് ഓഫീസറുടെ തെറ്റായ നടപടി മൂലം വ്യാജമായ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുകയും ജില്ലാ കോടതിയിൽ പോയിട്ട് വ്യാജമായ പേപ്പറുകൾ റെഡിയാക്കിയിട്ട് ആണ് ഇവിടെ ഖനനം നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസർ മുതൽ അങ്ങോട്ടുള്ള ആൾക്കാരെ നിയമപരമായിട്ട് നമ്മൾ നേരിടാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ നിരാഹാര സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന് നമ്മുടെ ജില്ലാ കളക്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു നിയമ നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ജില്ലാ കളക്ടർ അടക്കം കക്ഷി ചേർന്ന് ഈ സമരസമിതിയെ നയിക്കാണ് വേണ്ടത്. അതിന് പകരം അവർ ഈ ചെങ്കൽ ഖനന മാഫിയക്കെതിരെ അവരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം പ്രക്രിയയ്ക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നിരാഹാര സമരം 2ാം ഘട്ടത്തിൽ നടക്കുന്ന സമരത്തിലേക്ക് ആദിവാസി ഐക്യവേദി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്.